ഏറെ അഭിമന്യനായിട്ടുള്ള നമുക്കെല്ലാവർക്കും സ്നേഹ ബഹുമാനങ്ങളുള്ള കേരളത്തിൻ്റെ മതേതര മനസ്സ് അഭിമാനപൂർവ്വം നോക്കിക്കാണുന്ന അഭിമന്യനായ പാണക്കാട് സാദിഖലി ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിൻ്റെ കെട്ടുറപ്പുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ കാലത്തും ധീരമായി നേതൃത്വം കൊടുക്കുന്ന UDF പ്രവർത്തനങ്ങളുടെ അടിസ്ഥാന ശിലയൊരുക്കാൻ കഠിനമായി പ്രയത്നിക്കുന്ന നമ്മുടെ നേതാവ് മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന UDFന്റെ പ്രഗത്ഭരായിട്ടുള്ള MLA-മാർ, നേതാക്കള്, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, ഈ തെരഞ്ഞെടുപ്പിന്റെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ നിർണായകമായ ഈ ദിവസങ്ങളിലേക്ക് നിർണായക പര്യടനവുമായി നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ നേതാവ് തങ്ങൾ ഇറങ്ങുന്ന ദിവസമാണ് കൂടിയാണ് ഇന്ന്. എനിക്ക് അഭിമാനമുണ്ട്, ഇന്ന് വൈകുന്നേരമാകുമ്പോഴേക്കും ഈ പര്യടനം തീരുമ്പോഴേക്കും നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ അതുകൂടെ തീർത്ത് മഹാഭൂരിപക്ഷത്തോടെ UDF-നെ വിജയിപ്പിക്കാനുള്ള ഒരു യാത്രയാണ് അഭിമന്യനായ തങ്ങളെ നയിക്കാൻ വേണ്ടിയിട്ടുള്ളത്. എനിക്ക് അഭിമാനമുണ്ട്. ഞാനിത് തങ്ങളെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല. കേരളത്തിന്റെ മതേതര മനസ്സുകൾക്ക് വേദനിക്കുമ്പോൾ, അതേത് സമൂഹത്തിൽപ്പെട്ടവർക്ക് വേദനിക്കുമ്പോഴും വേദനിക്കുന്ന മനസ്സുമായി പാണക്കാട്ട് ഒരു നേതാവുണ്ട് എന്നുള്ളത് ഈ നാട്ടിൽ തെളിയിച്ച ആളാണ് സാദിഖലി ശിഹാബ് തങ്ങൾ. നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു പോയില്ലേ? അഭിമന്യനായ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുവഴിയുടെ മുന്നിലേക്ക് കേരളത്തിന്റെ പ്രധാനപ്പെട്ട സാമുദായിക നേതാക്കന്മാരെ എല്ലാവരെയും, അത് ശിവഗിരി മഠമായാലും ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരായാലും എല്ലാവരെയും ഒന്നിച്ചിരുത്തി കേരളം ആവശ്യപ്പെടുന്ന തക്കതായ സമയത്ത് ഏറ്റവും മഹനീയമായ ഒരു സന്ദേശം നൽകിയ ആളാണ് തങ്ങൾ. UDF-നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മതേതരത്വവും മതേതര മനസ്സും ഒന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഉണ്ടാകുന്ന ഒരു പ്രക്രിയയല്ല എന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെയുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ച കുറെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഞാൻ തുടക്കം കുറിച്ചതാണ്. ഒരു മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും വരാൻ പാടില്ലാത്ത വാചകങ്ങൾ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിലൂടെ ഹിന്ദുവിന് കൊടുത്ത ഇന്റർവ്യൂയിലൂടെ പറഞ്ഞു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഒരു ജില്ലയെ ഒറ്റപ്പെടുത്തി, ഒരു നാടിനെ ഒറ്റപ്പെടുത്തി, ആ നാടിൽ നിന്ന് കിട്ടുന്നതെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുകയാണ് എന്ന ഒരു മുഖ്യമന്ത്രി ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകം അദ്ദേഹം പറഞ്ഞു. നമ്മൾ ആവശ്യപ്പെട്ടു, ഇത് മലപ്പുറത്തിനോടുള്ള അദ്ദേഹം കാണിച്ച വഞ്ചനയാണ്, അതിന് അദ്ദേഹം മാപ്പ് പറയണം. അദ്ദേഹം 3 ദിവസം ഇവിടെ ഉണ്ടായിട്ടും അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല. എന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞിട്ടില്ല, മാപ്പ് പറയുന്നു പറഞ്ഞിട്ടില്ല. അപ്പൊ ഇവിടെ വന്ന് വോട്ട് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രി, കേരളത്തിലെ മുഖ്യമന്ത്രി, നിലമ്പൂരിലെ എല്ലാ വിഭാഗം ജനങ്ങൾ താമസിക്കുന്ന മലപ്പുറം ജില്ലയുടെ ഭാഗമല്ല നിലമ്പൂരും. എന്തുകൊണ്ട് പറഞ്ഞു? അദ്ദേഹം ഇന്നലെ വേറെ ഇസ്രയേലിനെതിരായിട്ട് തെമ്മാടി രാഷ്ട്രം എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ കഴിഞ്ഞ ഇന്നലെ പറഞ്ഞതാണ്. ഞങ്ങൾക്ക് പാലസ്തീൻ ജനതയുടെ സ്വതന്ത്രാവകാശം എന്ന് പറയുന്നത് അത് ഇന്ദിരാഗാന്ധിയുള്ള കാലത്തും രാജീവ് ഗാന്ധിയുള്ള കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് പാലസ്തീൻ ജനതയുടെ സ്വതന്ത്രാവകാശം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ ഞാനൊന്ന് പരിശോധിച്ച് നോക്കി. 2022 ഡിസംബർ മാസം 11-ാം തീയതിയേക്ക് ഞാനൊന്ന് നോക്കി. ഈ 2022 ഡിസംബർ 11 എന്താ പ്രത്യേകത? ഇസ്രയേലിന്റെ ദക്ഷിണേന്ത്യൻ ജനറൽ
തമ്മി ബെൻഹാമിൻ, കോൺസുലേറ്റ് ജനറൽ, അദ്ദേഹമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഒരു കൂടിക്കാഴ്ച. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഒരു ട്വീറ്റ് ഉണ്ട്, ഇപ്പം മാറ്റാനൊന്നും പറ്റില്ല, സോഷ്യൽ മീഡിയയിലുള്ളതാണ്. കൃഷി, ടൂറിസം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഞാൻ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് നോക്കുകയാണ്. കേരളവും ഇസ്രയേലുമായിട്ടുള്ള ഒരു വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്താൻ ഞാൻ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കാണുകയാണ്. കേരളവും ഇസ്രയേലും തമ്മിലുള്ള വാണിജ്യ ബന്ധം ശക്തിപ്പെടുത്താൻ ഞങ്ങളുടെ ഈ കൂടിക്കാഴ്ച, ഇസ്രയേലിന്റെ കോൺസുലേറ്റ് ജനറലുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച വളരെ ഉപകരിക്കുമെന്ന് 2022 ഡിസംബർ 11 പറഞ്ഞ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞു. നല്ല കാര്യം. ഞങ്ങളെടുക്കുന്ന നിലപാടിനോടൊപ്പം ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത്, പക്ഷെ അദ്ദേഹം തിരഞ്ഞെടുപ്പ് കാലത്ത് മാത്രം ഇത് പറയുന്നതിനാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പലസ്തീൻ ജനതയുടെ സ്വതന്ത്രാവകാശവും അമേരിക്കയുടെ ലോക സാമ്രാജ്യത്വത്തിന് വേണ്ടിയിട്ടുള്ള ആ നിൽപ്പും അതിനെതിരായിട്ടുള്ള പോരാട്ടവും ഒന്നും തിരഞ്ഞെടുപ്പ് കാലത്ത് വേണ്ടി മാത്രമുള്ള ഒരു അജണ്ടയല്ല. അത് പാലസ്തീൻ ജനതയുടെ അനുഭവിക്കുന്ന വേദനകളോടൊപ്പം നിൽക്കാനുള്ള നിരന്തരമായ തീരുമാനത്തിന്റെ ഭാഗമാണ് എന്ന് മുഖ്യമന്ത്രി മനസ്സിലാക്കണം. വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്ന നിങ്ങൾ ആദ്യം മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞ പ്രസ്താവന ഒന്ന് ആദ്യം പിൻവലിച്ചിട്ട് മാപ്പ് പറയും, എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. ഞങ്ങൾ ഈ പ്രശ്നം ഉണ്ടായപ്പോഴും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെ, നിങ്ങൾക്കറിയാമോ, ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ ഇന്ത്യയിലെ BJP-കാർ വേട്ടയാടി നമ്മുടെ MP-യെ, പലസ്തീന് അനുകൂലമായിട്ടുള്ള ഒരു ബാഗ് പാർലമെന്റിലേക്ക് വരുമ്പോൾ ഒരു ബാഗ്, അതിനകത്ത് പലസ്തീനിലെ കൊല്ലപ്പെടുന്ന കുട്ടികൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് ഒരു ബാഗ് തൂക്കിയതിന്റെ പേരിലാണ് സംഘപരിവാർ പ്രിയങ്ക ഗാന്ധിയെ വേട്ടയാടിയത്. അധികം കാലമൊന്നും ആയിട്ടില്ല, 5 മാസം മുമ്പ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഇസ്രയേൽ വിരുദ്ധ നിലപാടുകളൊന്നും പിണറായിയിൽ നിന്നും പഠിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ എന്തെങ്കിലും ചെയ്യുന്നു, പാവപ്പെട്ടവരെ നിൽക്കുകയല്ലേ ഇവിടെ? കഴിഞ്ഞ 9 കൊല്ലമായിട്ട് ഭരിക്കുകയല്ലേ? ഈ നാട്ടിലെന്ത് വികസനമാണ് നടന്നത്? മലപ്പുറത്തുകാർക്ക് അറിയാമല്ലോ. ആകെ ഉണ്ടാക്കിയെന്ന് അവർ പറഞ്ഞത് അവരെ കുട്ടി കൊടുത്തൊരു റോഡായിരുന്നു. ആ റോഡ് തകർന്ന് തരിപ്പണമായിട്ട് അതിനെക്കുറിച്ച് ഇപ്പം മിണ്ടുന്നില്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവരോട് കയറുക, അവരുടെ തന്നെ കയറുകയാണ്. ഒന്നും നടന്നിട്ടില്ല. UDF ചെയ്തതല്ലാതെ വേറൊന്നും നടന്നിട്ടില്ല. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളിപ്പം കാണുകയാണ്, നമ്മളെയൊക്കെ മണ്ഡലങ്ങളിൽ നിങ്ങൾ ഇവിടെയുണ്ട്, നിലകൊണ്ടുവന്ന് ലൈഫിന്റെ പേരിൽ എത്ര പേരാണ് ഇത് തുടങ്ങി വെച്ച് പൂർത്തിയാക്കാൻ പറ്റാത്തത്? 9 കൊല്ലം ഭരിച്ചിട്ട് നിങ്ങൾ ഈ നാട്ടിലെ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. മാത്രമല്ല അവർക്ക് മോഹം കൊടുത്തു, എല്ലാ സ്കീമുകളും ഒന്നിപ്പിച്ച് വീടാക്കി. ഇപ്പോഴും വീടിന്റെ പൈസ ആദ്യം കൊടുക്കും, രണ്ടാമത് കൊടുക്കും, പിന്നെ കൊടുക്കില്ല. പാതി പണി തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാതെ കിട്ടുന്ന വീടുകളാണ് ലൈഫ് എന്ന് പറയുന്നത്. ഈ CPM ഗവൺമെന്റിന്റെ, പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥതയുടെ ഏറ്റവും വലിയ പ്രതീകമായി കേരളമെമ്പാടും നിൽക്കുകയാണ്. പെൻഷൻകാരെ നിങ്ങൾക്കറിയാം, 16 മാസത്തെ കുടിശ്ശികയ്ക്കുണ്ട് തൊഴിലാളി ക്ഷേമനിധി ബോർഡിലൊക്കെ തന്നെ. അതില്ല. ആരോഗ്യ മേഖലയിലെ കാര്യങ്ങൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, തങ്ങളുടെ പരിപാടി ഇന്ന് ദീർഘമായി പോകേണ്ടതുണ്ട്. അപ്പൊ ജനങ്ങളെ ബോധ്യമുട്ടി. ജനങ്ങള് പൊറുതിമുട്ടി നിൽക്കുകയാണ്. ജനങ്ങൾക്ക് ഒരു രക്ഷയില്ല ജീവിക്കാൻ. പാവങ്ങൾക്ക് ഒരു പരിഗണനയില്ല. പരിഗണനയുള്ളത് മുതലാളിമാർക്ക് മാത്രമാണ്. പാവപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് അറിയാൻ നന്നായി, നിങ്ങളുടെ സർക്കാരാണെന്നെങ്കിൽ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. ഇവിടെ മുഴുവൻ പരിഗണനയും മുതലാളിമാർക്ക്, കോർപ്പറേറ്റ് മുതലാളിമാർ, അത് ചെറിയ മുതലാളിമാരല്ല, വൻകിട മുതലാളിമാർ. പാവങ്ങൾക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി ഈ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ഒന്നും കിട്ടാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. പെൻഷനില്ല, നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുകയാണ്, തൊഴിലില്ലായ്മ. നിങ്ങൾ മനസ്സിലാക്കിയപ്പോ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമായി മാറി, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ എണ്ണമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളൊന്നായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ. ആകെ നടക്കുന്നത് കുറെ സഖാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കും വേണ്ടിയിട്ടുള്ള പിൻവാതിൽ നിയമനങ്ങൾ. 33,000 പേരെയാണ് ഒരു വർഷം പിൻവാതിലൂടെ നിയമിക്കുന്നത്. ആരെയാ? സ്വന്തക്കാരെ, ബന്ധുക്കളെ. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും PSCയിലും രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഇതിനെതിരായിട്ടുള്ള ഒരു വലിയ വിജയത്താണ്. നിലമ്പൂരിൽ എന്തുകൊണ്ട് ഇലക്ഷൻ ഉണ്ടായിരുന്നതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ സർക്കാരിന്റെ നാറിയ കഥകൾ, അതിന്റെ പ്രതിഫലനമാണ് നിലമ്പൂരിലെ ഇലക്ഷൻ.
കേരളം ഒട്ടാകെ ഇപ്പൊ ആഗ്രഹിക്കുന്നതാണ് ഒരു ഭരണമാറ്റം. കുഞ്ഞാലിക്കുട്ടി സാഹിബ് കഴിഞ്ഞ UDF കൺവെൻഷനിൽ പറഞ്ഞതുപോലെ ആ ഭരണമാറ്റത്തിന് UDF വന്നേ മതിയാവും. LDF-നെ തോൽപ്പിച്ച് ഭരണത്തിൽ വരാൻ കഴിയുന്ന ഒരേ ഒരു മുന്നണി ഐക്യജനാധിപത്യ മുന്നണി മാത്രമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വോട്ടൊന്നും നമ്മൾ പാഴാക്കേണ്ട കാര്യമില്ല. LDF-ന്റെ ഭരണത്തോട് മടുപ്പുള്ള ദുർഭരണത്തോട് പ്രശ്നമുള്ള മുഴുവൻ ആളുകൾക്കും വോട്ട് ചെയ്യാവുന്ന ഒരേ ഒരു മുന്നണി UDF ആണെന്ന് കണ്ട് പ്രിയങ്കരനായ നമ്മുടെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ വിജയിപ്പിക്കണം. കൈപ്പത്തി അടയാളത്തിൽ എനിക്ക് അതിനുവേണ്ടി അഭിമന്യനായ തങ്ങൾ തന്നെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങുന്നു. ഐക്യജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുന്നത് ആ ഭൂരിപക്ഷം 10 മടങ്ങാക്കി വർദ്ധിപ്പിക്കാൻ ഈ പര്യടനം ഉപകരിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഉറക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.